رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഓൺലൈനിലൂടെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൻ നഈമിൽ നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരൊക്കെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. മറാവ്യാധി അസുഖങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അല്ലാഹു നമ്മളെയും സമൂഹത്തെയും കാത്തുരക്ഷിക്കട്ടെ. കഴിഞ്ഞ വർഷമാണ് റമദാൻ പ്രഭാഷണത്തിന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു രീതിക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. അഥവാ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ഉസ്താദുമാർ, ഈ പരിസര പ്രദേശങ്ങളിലെ പള്ളികളിലെ ജോലി ചെയ്യുന്ന ഖതീബുമാരൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു പ്രഭാഷണ പരമ്പര രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, എല്ലാവർക്കും വലിയ അഭിപ്രായവും വലിയ താല്പര്യവുമായിരുന്നു. തുടക്കത്തിൽ എത്രത്തോളം ആവേശമുണ്ടായിരുന്നുവോ അതുപോലെ തന്നെ ആ പരിപാടി അവസാനിക്കുന്നത് വരെ എല്ലാവരും ആവേശത്തോടു കൂടിയായിരുന്നു ഓരോ ദിവസവും ആ പ്രഭാഷണ സദസ്സിൽ സംഗമിച്ചിരുന്നത്. അതുപോലെ ഈ വർഷവും നല്ല റാഹത്തോടു കൂടി സംഗമിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് തുടക്കം എന്നുള്ള നിലക്കാണ് ഞാൻ ഏറ്റെടുത്തത്. എല്ലാ ദിവസവും ഞാനായിരിക്കൂല എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. കാരണം എന്നും നിങ്ങൾ എന്നെ സഹിക്കണ്ടല്ലോ. എല്ലാ ദിവസവും വ്യത്യസ്തമായ രീതിയിലുള്ള ശൈലികളും വ്യത്യസ്തമായ വിഷയങ്ങളും വരുമ്പോൾ അത് വല്ലാത്ത റാഹത്തായിരിക്കും. എന്നും ഒരേ ശൈലി തന്നെ ആകുമ്പോൾ വലിയ റാഹത്ത് കിട്ടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ക്ലാസ്സിൽ പങ്കെടുക്കാനും അതിൽ നിന്ന് നല്ല അറിവുകൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വ്യത്യസ്തമായ കാലിക പ്രസക്തമായ ഓരോ വിഷയങ്ങളാണ് നമ്മുടെ ഓരോ ദിവസങ്ങളിലും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ ഒരാവർത്തനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ മിക്ക ഉസ്താദുമാരോട് വിഷയം വരെ ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. കാരണം ഒരാൾ പറഞ്ഞ വിഷയം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ട് ഒരാവർത്തനം ഉണ്ടാകണ്ട എന്നുള്ള നിലക്ക് അതുവരെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിപാടിയിൽ എല്ലാവരും സംഗമിക്കണം. തുടക്കം മുതൽ ഒടുക്കം വരെ 25-ാം രാവ് വരെ കൊണ്ടുപോകണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അതിന് സാമ്പത്തികമായ വലിയ ചെലവാണുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓരോരുത്തരെ വിളിച്ചു വരുത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. വെറുതെ നമ്മൾ വെറും കൈയോടെ പറഞ്ഞേക്കാൻ പറ്റൂലല്ലോ. എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വേണം പറഞ്ഞേക്കാൻ. അവർ നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നതാണ്. ഓരോരുത്തർ ഓരോ മഹലിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളെയും സംസാരിക്കാൻ വേണ്ടിയൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അവരും മോശക്കാറില്ല. അപ്പം നമുക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു നിലക്കും
മോശമാക്കാൻ പാടില്ല. അപ്പം നല്ല നിലക്ക് വേണം അവരെ പറഞ്ഞേക്കാൻ. അവർ നല്ല റാഹത്തോടു കൂടി നമുക്ക് ക്ലാസ് എടുത്തൊരു അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഒരു ബക്കറ്റ് കളക്ഷനൊക്കെ എല്ലാ ദിവസവും ഉണ്ടാകും. ഞാനുള്ള അന്നുണ്ടാവും. അത് എനിക്കുള്ളതല്ല കേട്ടോ, വരുന്നവർക്ക് കൊടുക്കാനുള്ള. ഞാൻ സംസാരിക്കണം അന്ന് ഒരു ബക്കറ്റ് എല്ലാ ദിവസവും ചിലപ്പോൾ നമുക്ക് പൈസ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ചെറിയൊരു ബക്കറ്റ് കളക്ഷനൊക്കെ എല്ലാ ദിവസവും ഉണ്ടാകും. കൂടുതലും വേണ്ട, നമ്മൾ ഇൽമു പറയുന്ന സദസ്സിലേക്കാണ് എന്ന് നിയ്യത്ത് കരുതിക്കൊണ്ട് നമ്മുടെ സമ്പത്തിന് ഈ ഒരു മാസം ചിലവാക്കാനെന്ന് പറഞ്ഞ് ചെറിയൊരു പൈസ നമ്മൾ മാറ്റി വെച്ചാൽ മതി. കൂടുതലൊന്നും വേണ്ട. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ദീർഘമായ ആമുഖം പറഞ്ഞുകൊണ്ട് ഞാൻ മുഷിപ്പിക്കുന്നില്ല, വിഷയത്തിലേക്ക് വരികയാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മളൊക്കെ സംഗമിച്ചിട്ടുള്ളത്. നമ്മൾ പള്ളിയിലാണ് ഒരുമിച്ച് കൂടിയത് കൊണ്ട് തന്നെ വലിയ പുണ്യമുള്ള ഒരു സദസ്സാണ്. എല്ലാവരും ഇത്തികാഫിൻ്റെ നിയ്യത്ത് ആരെങ്കിലും മറന്നുപോയവരുണ്ടെങ്കിൽ ഒന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇത്തികാഫിൻ്റെ നിയ്യത്ത് വെച്ചിരിക്കുക. ഓരോ നിമിഷത്തിനും 70 മുതൽ 700 മുതൽ 70,000 വരെ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. അതുകൊണ്ട് ഇത്തികാഫിൻ്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുക, അതിന് വലിയ പുണ്യമുണ്ടാകും. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ പരിശുദ്ധ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും നമ്മുടെ താഴത്തെ പള്ളിയിലത്തെ ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണഗതിയിൽ അവിടെ ഒരു ക്ലാസ് ഒക്കെ നടക്കാറുണ്ട് ഞായറാഴ്ച. അതിലെല്ലാവരും ഇവിടെ പല ആളുകളും പങ്കെടുക്കാറുണ്ട്. ആ ഒരു രൂപത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ രീതിയിൽ ഉസ്താദ് സംസാരിക്കുന്നുണ്ട്. ഞാനതിൻ്റെ നോമ്പല്ലേ തുടക്കത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞോട്ടെ എന്നുള്ള നിലക്കൊന്ന് തോണ്ടി വെക്കുകയാണ്. കൂടുതലൊന്നും ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല. രണ്ടാമത്തെ നോമ്പ് നോറ്റുകൊണ്ടാണ് വിശ്വാസികളായ നമ്മളൊക്കെ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിക്കപ്പെട്ടതായ ഒരു സാമൂഹിക സാഹചര്യത്തിലേക്കാണ് പരിശുദ്ധമാക്കപ്പെട്ട നോമ്പിനെ നിർബന്ധമാക്കുന്നത്. ശുദ്ധീകരിക്കപ്പെട്ടതായ ഒരു സാമൂഹിക സാഹചര്യം എന്ന് പറയുമ്പോൾ അന്ന് ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ട സാമൂഹിക സാഹചര്യം നിലനിന്നിരുന്നത് മദീനയിലാണ്. മക്കയിൽ നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല. മദീനയിൽ നിൽക്കുന്ന സമയത്ത് അഥവാ ഹിജറ 2-ാം വർഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കുന്നത്. കാരണം എന്താ? സാമൂഹികപരമായും മാനസികപരമായും ശുദ്ധീകരിക്കപ്പെട്ടതായ ഒരു സാഹചര്യത്തിലേക്ക് റസൂലും സ്വഹാബത്തും എത്തട്ടെ, എന്നിട്ട് വേണം നോമ്പ് കൽപ്പിക്കാൻ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചതാണ്. അതുകൊണ്ട് തന്നെ സാമൂഹികപരമായി എല്ലാ നിലക്കും ശുദ്ധീകരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട നോമ്പിനെ നിർബന്ധമാക്കിയത്. മക്കയിൽ ശത്രുക്കളുടെ ശല്യം പ്രകാരം ജീവിക്കാൻ സാധ്യമല്ലാതെ വന്നപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തുൽ കിറാമും മദീനയിലേക്ക് ഹിജറ പോകുന്നത്. നമുക്കൊക്കെ ആ ചരിത്രം അറിയുന്നവരാണ്. ഒരു നിലക്കും മക്കത്ത് ആരാധനക്ക് നിസ്കരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മദീനയിലേക്ക് ഹിജറ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും ശുദ്ധീകരിക്കപ്പെട്ട ഒരു സാമൂഹിക സാഹചര്യം നിലനിൽക്കുന്നത് മദീനയിലായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ എത്തുന്നത് വരെ നോമ്പ് നിർബന്ധമാക്കാൻ വേണ്ടി കാത്തുനിന്നത്. മദീനയിലെ ഹിജറ 2-ാം വർഷമാണ്. മദീനയിൽ നിൽക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ ഹിജറ പോയതിന് ശേഷം 2-ാം വർഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 റമദാനിലെ നോമ്പാണ് നോറ്റിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മളൊക്കെ അതിൽ കൂടുതൽ നോമ്പ് നോറ്റിട്ടുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 റമദാനിലെ നോമ്പാണ് നോറ്റിട്ടുള്ളത്. സൗമ് എന്ന് വെച്ചാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊരു വയല് പറയാൻ പറ്റിയൊരു വിഷയമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രൂപത്തിൽ തന്നെ പറയുന്നത്. ഒരു വയല് പറയാൻ പറ്റാത്തൊരു വിഷയമാണ്. ഒരു ക്ലാസ് രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തു പോകേണ്ട ഒരു വിഷയമാണ്. സൗമ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഭാഷാ അർത്ഥം, നോമ്പ് എന്നുള്ളതിൻ്റെ ഭാഷാ അർത്ഥം ഇംസാഖ് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. പിടിച്ചു നിൽക്കുക.
നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പിടിച്ചു നിൽക്കലാണ് സൗമ് എന്ന് പറഞ്ഞ. സൗമിന്റെ അർത്ഥം തന്നെ അതാണ്, ഇംസാഖ്, പിടിച്ചു നിൽക്കുക. നോമ്പ് മുറിയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ മാറി നിൽക്കലാണ് സൗമ് എന്നാൽ. സാങ്കേതിക അർത്ഥത്തിൽ എന്താ? ഇംസാഖു മുസ്ലിമിൻ മുമയ്യിസിൻ ബിനിയ്യത്തിൻ അനിൽ മുഫസ്സിറാത്തി. ഏതൊരു പദം എടുത്തു നോക്കുകയാണെങ്കിലും അതിന് സാങ്കേതികമായ അർത്ഥം ഉണ്ടാകും, ഭാഷാ അർത്ഥം ഉണ്ടാകും. ഏതൊരു പദം എടുക്കുകയാണെങ്കിലും അതിന് സാങ്കേതികമായ അർത്ഥവും ഉണ്ടാകും, ഭാഷാ അർത്ഥവും ഉണ്ടാകും. സാങ്കേതിക അർത്ഥത്തിൽ നോമ്പ് എന്ന് വെച്ചാൽ ഇംസാഖു മുസ്ലിമിൻ മുമയ്യിസിൻ ബിനിയ്യത്തിൻ അനിൽ മുഫസ്സിറാത്തി എന്നാണ്. മുസ്ലിമായ വകതിരിവുള്ള ഒരാള് നിയ്യത്തോടുകൂടി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനാണ് എന്തു പറയാ? നോമ്പ് എന്ന് പറയാ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇതിൽ സൂചിപ്പിക്കാനുണ്ട്. എല്ലാവരും ശ്രദ്ധയോടുകൂടി വേണം ഇത് ശ്രദ്ധിക്കാൻ. ഇംസാഖു മുസ്ലിമിൻ മുമയ്യിസിൻ ബിനിയ്യത്തിൻ അനിൽ മുഫസ്സിറാത്തി. നോമ്പ് ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളെ നിയ്യത്തോടുകൂടി ഒഴിവാക്കി നിർത്തുന്നതിനാണ് എന്തു പറയാ? നോമ്പ് എന്ന് പറയാ. ആർക്കാണ് നോമ്പ് നിർബന്ധമുള്ളത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ നോമ്പ് നോറ്റവരാണ്. ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധമായി വരുന്നത്? മതപരമായും ശാരീരികമായും നോമ്പ് നോൽക്കാൻ സാധിക്കുന്ന പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ്. മതപരവും ശാരീരികവും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം. മതപരവും ശാരീരികവുമായി നോമ്പ് നോൽക്കാൻ സാധിക്കുന്ന പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ് എന്ന്. അപ്പോൾ കുട്ടിക്ക് മതപരമായിട്ട് കുട്ടിയുടെ മേലിൽ എന്തില്ല? കീർത്തനമില്ല. നോമ്പ് നോൽക്കാൻ കുട്ടിയുടെ മേലിൽ കീർത്തനമില്ലാത്തത് കൊണ്ടാണ് മതപരം എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചത്. ഭ്രാന്തന്റെ പേരിൽ മതപരമായ കൽപ്പനയില്ല. ഭ്രാന്തന്റെ പേരിൽ മതപരമായ കൽപ്പന വന്നിട്ടില്ല. ഒരു കുട്ടി നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല. റമദാൻ മാസത്തിൽ ഒരു കുട്ടീൻ്റെ പേരിൽ നോമ്പ് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. കയ്യുന്ന കുട്ടികളാണെങ്കിൽ നോൽക്കട്ടെ. ജ്യേഷ്ഠൻ്റെ കുട്ടി 10 എണ്ണം നോറ്റിട്ടുണ്ട്, എൻ്റെ കുട്ടി 20 എണ്ണം നോൽക്കണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടി 25 എണ്ണം നോൽക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അവരെ വാശി പിടിപ്പിച്ച് നോമ്പ് നോൽപ്പിക്കൊന്നും വേണ്ട. അവർക്കൊരു വാശി വരാനുണ്ട്. അവർക്കൊരു തെന്മീസെത്തുന്ന സമയത്ത് അവർക്കൊരു സ്വാഭാവികമായ ഒരു വാശി വരാണ്ട്. അവന് നോറ്റിട്ടുണ്ട്, ഇന്ന് ഞാൻ നോൽക്കാൻ ഞാൻ പ്രശ്നമാണ് എന്ന് ആലോചിച്ചാണ്ട് അവർ നോൽക്കാറുണ്ട്. അങ്ങനെ നോച്ചോട്ടെ. കുട്ടികളെ നിർബന്ധിച്ചു കൊണ്ടൊരിക്കലും നമ്മൾ നോമ്പ് നോൽപ്പിക്കേണ്ടതില്ല. അത് അവരുടെ മേൽ നിർബന്ധമായ കാര്യമല്ല. അതാണ് മതപരം എന്ന് ആദ്യം സൂചിപ്പിച്ചത്. മതപരമായിട്ട് കുട്ടിയുടെ പേരിൽ ഒരിക്കലും കീർത്തനമില്ല. കുട്ടിയുടെ പേരിൽ നോമ്പ് നോൽക്കാനുള്ള നിർബന്ധമായ സാഹചര്യമില്ല. അതുപോലെ തന്നെ ഭ്രാന്തന്റെ പേരിലില്ല. വാർദ്ധക്യം കൊണ്ട് നോമ്പ് നോൽക്കാൻ സാധിക്കാത്തവന്റെ പേരിലില്ല. അതാണ് ശാരീരികമനം എന്ന് സൂചിപ്പിച്ചത്. വാർദ്ധക്യം കൊണ്ട് ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ പ്രയാസമുണ്ട്. നോമ്പ് നോറ്റാൻ അവൻ്റെ പ്രഷർ ചിലപ്പോൾ അടിച്ചു കയറുക, അല്ലെങ്കിൽ ഷുഗർ ചിലപ്പോൾ എന്തെങ്കിലും ആകെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും വലിയ പ്രയാസം നേരിടുന്ന, ചെറിയ പ്രശ്നങ്ങളല്ല കേട്ടോ, ചെറുതാന്ന് ആരും മനസ്സിലാക്കണ്ടേ, വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാൻ അവന് മാർഗങ്ങളുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നീട് വരും. ഒഴിവാക്കാൻ മതം അനുവദിക്കുന്നുണ്ട്. പക്ഷെ ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നീട് വരുന്നുണ്ട്. വാർദ്ധക്യം കൊണ്ട് ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ സാധ്യമല്ലെങ്കിൽ അവന് നോമ്പ് ഒഴിവാക്കാം. അവന് ശാരീരികമായി ബലഹീനതയുള്ള ഒരു മനുഷ്യനാണ് വാർദ്ധക്യമുള്ള ആൾ എന്ന് പറഞ്ഞാൽ. കുട്ടിയെ പോലെ തന്നെയാണ് വയസ്സായ ആളും. ശാരീരികമായും മാനസികമായും എല്ലാം കൊണ്ടും ഒരു കുട്ടിയെ പോലെയാണ് വയസ്സായ ആളുടെ കാര്യവും. കുട്ടിക്ക് എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ വാർദ്ധക്യത്തിലെത്തി നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത ഒരാളുടെ അവസ്ഥയും അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികളുടെ മേലിൽ നോമ്പ് കൽപ്പനയില്ല. മാറുമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത രോഗികളുണ്ട്. ഒരുപാട് മാറാവ്യാധി അസുഖങ്ങളുമായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത്തരക്കാരുടെ മേലിൽ നോമ്പ് നിർബന്ധമില്ല. അതുപോലെ തന്നെ ശുദ്ധിയില്ലാത്ത സ്ത്രീകൾ, അതാണ് ശാരീരികം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. മതപരവും ശാരീരികവും നമ്മൾ പറഞ്ഞു. ശുദ്ധിയില്ലാത്ത സ്ത്രീകളുടെ പേരിലും നോമ്പ് നിർബന്ധമില്ല. ബാക്കി ഈ പറയപ്പെട്ട എല്ലാവരുടെ പേരിലും നോമ്പ് നിർബന്ധമാണ്. അപ്പം നമുക്കിതൊന്നുമില്ല. കുട്ടിയല്ല, ഭ്രാന്തനുമല്ല, നോമ്പ് കൊണ്ട് നോൽക്കാൻ പ്രയാസമുള്ള വിധത്തിലുള്ള വാർദ്ധക്യവും ഇല്ല, അതുപോലെ തന്നെ മാറുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു അസുഖമുള്ള ആളുമല്ല. നമ്മൾ എന്തുമല്ല, അശുദ്ധിയുള്ള കൂട്ടത്തിൽ പെട്ടതും അല്ലല്ലോ, സ്ത്രീകളും അല്ല. ലൈവ് കേൾക്കുന്നവരിലുണ്ടായ സ്ത്രീകളുണ്ടായേക്കാം. സ്ത്രീകൾക്ക്
അശുദ്ധിയുള്ള സമയത്ത് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. മറ്റ് എല്ലാവരുടെ പേരിലും നോമ്പ് നിർബന്ധമാണ്. മാറാത്ത അസുഖമുള്ള ഒരാൾ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വെച്ച് കൊടുക്കണമെന്നാ. മാറാവ്യാധി അസുഖമായിട്ട് ഒരുപാട് കാലങ്ങളായി ബെഡ് റെസ്റ്റ് എടുക്കുന്ന ആളുകളുണ്ടാകും. അവർ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വെച്ചുകൊണ്ട് കൊടുക്കണം. നോമ്പ് ഖളാഹ് വീട്ടേണ്ടതില്ല. കാരണം അവന് നോമ്പ് ഖളാഹ് വീട്ടാൻ സാധ്യമല്ല, അവൻ്റെ അസുഖം മാറാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വെച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കുക. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഈ സത്യവിശ്വാസികളെ, നിങ്ങളുടെ മേൽ ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ മുമ്പുള്ള സമൂഹം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സമൂഹം എന്ന് വെച്ചാൽ മറ്റു പ്രവാചകന്മാരുടെ സമൂഹത്തിന്റെ മേലിൽ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലിൽ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന്. അതെങ്ങനെ? റമളാൻ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. പിന്നെ മറ്റു പ്രവാചകന്മാരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ എന്ന് എന്തുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഖുർആൻ പറയാണ് നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അഥവാ റസൂലുള്ളാഹിന്റെയും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ പേരിൽ ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എങ്ങനെ? കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ള സമൂഹത്തിന്റെ മേൽ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ. അഥവാ റസൂലുള്ളാഹിന്റെ ഉമ്മത്തല്ലാത്ത മുൻകഴിഞ്ഞു പോയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഉമ്മത്തിന്റെ മേലിലൊക്കെ നോമ്പ് ഞാൻ നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലിലും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന്. റമളാൻ ആകട്ടെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് മാത്രമാണ് റമളാനിന്റെ പുണ്യവും റമളാനിന്റെ പവിത്രതയുള്ളൂ. അപ്പൊ മറ്റുള്ള പ്രവാചകന്മാരുടെ മറ്റുള്ള സമൂഹത്തിന്റെ മേലിൽ എപ്പോഴാണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്? അവർക്ക് റമളാനിന്റെ പവിത്രതയില്ല, റമളാനിന്റെ പുണ്യവും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ഉമ്മത്തിനില്ല. അത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ് റമളാനും റമളാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. നമ്മൾ പലപ്പോഴും അനുഷ്ഠിച്ചു പോരുന്ന, മനസ്സിലാക്കണേ, നമ്മൾ പലപ്പോഴും അനുഷ്ഠിച്ചു പോരുന്ന പല സുന്നത്ത് നോമ്പുകളും കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും അവരുടെ ഉമ്മത്തിൻ്റെയും പേരിൽ നിർബന്ധമായ നോമ്പുകളായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും അനുഷ്ഠിച്ചു പോരുന്ന പല സുന്നത്ത് നോമ്പുകളും കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ഉമ്മത്തിൻ്റെ പേരിൽ പലതും നിർബന്ധമായ നോമ്പുകളായിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞത് കളവായി മാറൂലേ? നിങ്ങളുടെ മുമ്പുള്ള സമൂഹത്തിൻ്റെ പേരിൽ ഞാൻ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലിൽ ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? നോമ്പ് കൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് തഖ്വ വരിക എന്നുള്ളത് തന്നെയാണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ഒരു മനുഷ്യരായി മാറാൻ വേണ്ടിയാണ് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ് പറയുന്നത്. തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ് നമ്മുടെ മേൽ നിർബന്ധമാക്കിയത്. റമളാനിലെ നോമ്പ് കൊണ്ട് മാത്രം തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ഒരുപാട് ആളുകളുണ്ട്. മറ്റുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, മറ്റുള്ള സമയങ്ങളിലെ സുന്നത്ത് നോമ്പുകളും എല്ലാ കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ. റമളാനിൽ നോമ്പ് നോറ്റതിൻ്റെ പേരിൽ മാത്രം സ്വർഗത്തിൽ കടന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. റമളാനിൽ മാത്രം നോമ്പ് നോറ്റാൽ മാത്രം സ്വർഗത്തിലേക്ക് കടക്കാമെന്നാണ്. ഒരിക്കൽ ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരികെ വന്നുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാനൊരു കൃഷിപ്പണിക്കാരനാണ്. എനിക്ക് എല്ലാ ദിവസവും മറ്റുള്ളവർ നോമ്പ് നോൽക്കുന്നത് പോലെ എനിക്ക് നോമ്പ് നോൽക്കാൻ സാധ്യമല്ല. ഞാനൊരു നാട്ടുംപുറത്ത് ജീവിച്ച് അവിടെ കൃഷി ചെയ്യുന്ന ആളാണ്. ചില സമയത്ത് കൃഷി ഇറക്കുന്ന സമയമായിരിക്കും, ചില സമയത്ത് അതിൻ്റെ വിളവെടുക്കുന്ന സമയമായിരിക്കും. എല്ലാ സമയത്തും കൃഷിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതം അങ്ങനെയാണ് ഞാൻ മാറ്റിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് മറ്റുള്ളവർ നോമ്പ് നോൽക്കുന്നത് പോലെ എനിക്ക് നോമ്പ് നോൽക്കാൻ സാധ്യമാകുന്നില്ല. മറ്റുള്ള സമയങ്ങളിലൊന്നും എനിക്ക് നോമ്പ് നോൽക്കാൻ സാധ്യമാകുന്നില്ല. അതുകൊണ്ട് എനിക്ക് റമളാനിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ, റമളാൻ നോമ്പിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള സമയത്തെ നോമ്പൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ റമളാനിൽ മാത്രം നോമ്പ് നോൽക്കണം എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അദ്ദേഹത്തിനോട് പറഞ്ഞതാ. നിങ്ങൾ റമളാനിൽ മാത്രം നോമ്പ് നോൽക്കണം, അത് മതി. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ, ഈ സഹാബി
എന്നാൽ ഞാൻ അതിൽ നിന്ന് ചുരുക്കുകയുമില്ല റസൂലേ, ഞാൻ അതിനേക്കാൾ അധികരിപ്പിക്കുകയുമില്ല എന്ന് സന്തോഷത്തോടു കൂടി വിളിച്ചു പറഞ്ഞു എന്നാ. റസൂലെ, ഞാൻ റമളാനിൽ മാത്രമേ ഞാൻ നോമ്പ് നോൽക്കുള്ളൂ, അതല്ലാത്ത സമയത്ത് എൻ്റെ കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് നോമ്പ് നോൽക്കാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാൻ നോമ്പ് നോൽക്കൂല. റമളാനിലെ 30 ദിവസത്തെ നോമ്പ് പണിയുടെ പേര് പറഞ്ഞ് ഞാൻ ഒഴിവാക്കൂല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം. പണിയുടെ പേര് പറഞ്ഞ് ജീവിതമാർഗമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോലിക്ക് പോകുന്ന പല ആളുകളും നോമ്പ് ഒഴിവാക്കാറുണ്ട്. നമ്മളൊക്കെ വാപ്പപ്പോഴും 10-60 വയസ്സാകാനാണ്, ഇപ്പോഴും ജോലിക്ക് പോണ ആളാ, ഇപ്പോഴും കിണർ പണിക്ക് പോണ ആളാ. ആ പിക്കാസ് കളക്കുന്നതിൻ്റെ അടക്കം ഉച്ചവരെ നോമ്പ് നോറ്റിട്ടാണ് ഒരു പണിക്ക് പോവുക. നിങ്ങൾക്കറിയാലോ അതിൻ്റെ ഗൗരവത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. ഇപ്പോഴും കൂലിപ്പണിക്ക് പോണ ആൾക്കാരാ. എൻ്റെ ഉപ്പ എളാപ്പ അങ്ങനെയുള്ള ഈ പാരമ്പര്യമായിട്ടൊക്കെ ഓലൊക്കെ കിണർ പണിക്കാരാ. അവരുടെ നോമ്പ് നോറ്റിട്ടാണ് ഓരോ ദിവസവും പണിക്ക് പോവുക. അവരൊക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളൊക്കെ അങ്ങനെ ആയിരിക്കും. അവരൊക്കെ കഷ്ടപ്പെട്ട ആളുകളായിരുന്നു. അവരൊക്കെ നോമ്പ് നോറ്റുകൊണ്ട് ജോലിക്ക് പോകണം. ഒരു ദിവസത്തെ നോമ്പ് പോലും ഒഴിവാക്കൂല, എത്ര പ്രയാസം ഉണ്ടെങ്കിലും. അപ്പം പണിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരാളും നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. ഈ അറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, റമളാനിലെ മാത്രം നോമ്പുകൾ നോറ്റാൽ മതി, മറ്റുള്ള നോമ്പുകൾ നിങ്ങൾ നോൽക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷത്തോടുകൂടി റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, എന്നാൽ റമളാനിൽ ഒരു നോമ്പ് ഞാൻ ഒഴിവാക്കില്ല, മറ്റുള്ള സമയത്ത് എനിക്കേറ്റ നോമ്പ് നോൽക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ഞാൻ നോൽക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മടങ്ങിപ്പോയി എന്നാണ്. ആ മടങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുൽ കിറാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സ്വഹാബത്തൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സദസ്സാണ്. ആ സദസ്സിൽ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സ്വർഗക്കാരനായ ഒരാളാതാ നടന്നു പോകുന്നത് നിങ്ങളൊന്ന് കണ്ടോളിയെന്ന്. അയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ സ്വർഗക്കാരനായ ഒരു മനുഷ്യനാണ് ആ നടന്നു പോകുന്നത്, നിങ്ങൾ കണ്ടോളിയെന്ന്. കാരണം എന്താ? വെറും 30 ദിവസത്തെ നോമ്പ് നോറ്റതിൻ്റെ പേരിൽ മാത്രമാണ്. 30 ദിവസം നോമ്പ് നോൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് വാഗ്ദത്തം നൽകിയതിൻ്റെ പേരിലാണ്. അപ്പോൾ 30 ദിവസം നോമ്പ് നോറ്റാൽ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയമില്ല. റമളാനിനെ മാത്രം, മറ്റുള്ളത് ചെയ്യണ്ട എന്നല്ല. റമളാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർക്കും നമ്മളെത്തും. റമളാനിലും നോമ്പ് നോൽക്കാൻ മടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന എത്ര ആളുകളുണ്ട്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് റമളാനിൽ നോമ്പ് നോൽക്കുക അതിന് തന്നെ വലിയ പുണ്യമാണ്. നോമ്പ് ശരിയാകാൻ 2 ഘടകങ്ങളാണ് നിർബന്ധമായിട്ട് വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നോമ്പ് ശരിയാകേണ്ട 2 ഘടകങ്ങളാണ്. ഇതുണ്ടെങ്കിൽ മാത്രമാണ്, കർമ്മശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, 2 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നോമ്പ് ശരിയാകുള്ളൂ. ഒന്ന് നോമ്പിൻ്റെ നീയത്ത് വെക്കാതെ ഒരാൾ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല. എത്ര ദിവസം പട്ടിണി കിടന്നിട്ടും കാര്യമില്ല. അവന് പട്ടിണി കിടന്നതിൻ്റെ ഉള്ളതേ ഉണ്ടാവുള്ളൂ. അല്ലാതെ അവൻ്റെ ആരോഗ്യപരമായ സംരക്ഷണമൊക്കെ, ചിലപ്പം ഭക്ഷണം എന്നും വെട്ടിവീങ്ങുന്നതിൽ നിന്ന് പട്ടിണി കിടക്കുമ്പോൾ എന്തെങ്കിലും ആരോഗ്യപരമായ സംരക്ഷണമൊക്കെ ഉണ്ടാവുമല്ലോ, അതുമാത്രമേ അവനുണ്ടാവുള്ളൂ. മറ്റൊന്നും ഉണ്ടാകൂല. കൂലിയൊന്നും അതിൻ്റെ പേരിൽ കിട്ടൂല. നമുക്ക് കൂലി കിട്ടണമെങ്കിൽ നീയത്ത് വെക്കൽ നീയത്ത് നിർബന്ധമാണ്. മറ്റൊന്ന്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. ഇൻഷാ അല്ലാഹ് അത് ചെറിയൊരു തോതിൽ ഞാൻ വിശദീകരിച്ചു തരാം. നീയത്ത് വെക്ക നിർബന്ധ. നീയത്ത് മനസ്സിൽ കരുതിയാൽ മതി. നമ്മൾ ഉറക്കെ പറയണമെന്നൊന്നുമില്ല. നീയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ മതി. നമ്മൾ ഉറക്കെ ഉച്ചരിക്കണം എന്നൊന്നുമില്ല. പക്ഷേ ഒച്ചത്തിൽ പറയൽ സുന്നത്തുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായാൽ മതി. നമ്മളിപ്പോൾ മനസ്സിലിങ്ങനെ കരുതുക, നാളത്തെ ഫർള് നോമ്പിനെ നോൽക്കാൻ ഞാൻ കരുതി, അത് മതി. മനസ്സിൽ നാളത്തെ ഫർള് നോമ്പ് നോൽക്കാൻ ഞാൻ കരുതിയിട്ടുണ്ട് എന്ന് മനസ്സിൽ ഒരാളങ്ങോട്ട് കരുതിയാൽ മതി. അത് തന്നെ അവൻ്റെ നീയത്തായി. അവൻ വായ കൊണ്ട് പറയാണ്, പുറത്ത് പറയും. നമ്മളൊക്കെ തറാവിൻ്റെ ശേഷം, വിതറിന് ശേഷം നീയത്ത് വെക്കുന്നത് പോലെ ആ വ്യക്തമായ രീതിയിൽ നീയത്ത് വെക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹദിഹി സനതി ലില്ലാഹി തആല. റമളാനിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നോറ്റുവീട്ടുവാൻ കരുതി എന്നുള്ളതാണ് പൂർണ്ണമായ നീയത്ത് കരുതുക. നവൈതു, ഞാൻ കരുതി, സൗമ ഗദിൻ, നാളത്തെ നോമ്പിനെ,
ആയിട്ട് ഫർള് റമദാനി, റമദാനിൽ നിന്നുള്ള ഫർള് നോമ്പിനെ ഞാൻ ആയിട്ട് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ കരുതി എന്ന് നിയത്ത് കരുതുക. ഇതാണ് പൂർണ്ണമായ രൂപം. ഇത് കരുതൽ നിർബന്ധവും പറയൽ സുന്നത്തുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ, നമ്മൾ കരുതൽ നിർബന്ധമാണ്. ഒരാൾ കരുതിയിട്ടില്ലെങ്കിൽ അവന് നോമ്പ് കിട്ടൂല. പറഞ്ഞാൽ മാത്രം പോരാ, പറയലോടുകൂടി ഒരാൾക്ക് കരുതലില്ലെങ്കിൽ അവന് നിയത്ത് ശരിയാവൂല. അതാ ഞാൻ നാളെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഓന് കരുതിയില്ലേ, ഓന് നിയത്ത് ശരിയാവൂല. എന്നാലോ കരുതി പറഞ്ഞില്ലേ കുഴപ്പമില്ല. രണ്ടും തമ്മിൽ മാറ്റണ്ട്. ഒരാൾ പറഞ്ഞു, കരുതിയിട്ടില്ലെങ്കിൽ ഓനെ നിയത്ത് ശരിയാകൂല. എന്നാലോ കരുതി പറഞ്ഞില്ലെങ്കിൽ ശരിയാവും. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ നീയത്ത് ഒരാള് കരുതലും ആ കരുതലോടുകൂടിയുള്ള പറച്ചിലുമാണെങ്കിൽ എന്ത് കിട്ടി? നിർബന്ധവും കിട്ടി, സുന്നത്തും കിട്ടി, രണ്ടും കൂടി കിട്ടി. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം, നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാം നല്ല റൂട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ, രണ്ടാമത്തെ നോമ്പ് തന്നെയല്ലേ, തുടക്കത്തിൽ തന്നെ പറയാനുള്ള കാരണം അതാണ്. നോമ്പാണല്ലോ ഇതിൽ വളരെ പ്രധാനം. നോമ്പാണ് ഈ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ടത്. നോമ്പും ഖുർആനുമാണ്, അതുമായുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടത്. മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റമദാനിന്റെ ആദ്യത്തെ രാത്രിയിൽ ആരെങ്കിലും ഒരാൾ കരുതാണ്, ഈ മാസത്തെ മുഴുവൻ നോമ്പും നോൽക്കാൻ ഞാൻ കരുതി. റമദാനിന്റെ ആദ്യത്തെ രാത്രിയിൽ, അത് കഴിഞ്ഞുപോയി. റമദാനിന്റെ ആദ്യത്തെ രാത്രിയിൽ ആരെങ്കിലും ഒരാൾ നിയ്യത്ത് കരുതാ, ഈ റമദാനിലെ മുഴുവൻ നോമ്പും നോൽക്കാൻ ഞാൻ കരുതി എന്നൊരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ മനസ്സിൽ നിയ്യത്ത് ചെയ്താൽ, അഥവാ നിയ്യത്ത് വിട്ടുപോയ നോമ്പിന് അത് മതിയാകുമെന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അഥവാ നിയ്യത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മതിയാകുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു മാസത്തെ നോമ്പിൻ്റെ നിയ്യത്ത് ഒന്നിച്ച് കരുതിയാൽ പോരാ എന്നുള്ളതാണ്. ഒരു മാസത്തിൻ്റെ നിയ്യത്ത്, എന്നാലും ഇതിൽ ഒരു മാസത്തിൻ്റെ നിയ്യത്ത് പറ്റുമെന്ന് പറയണില്ല. അഥവാ വിട്ടുപോയ ഏതെങ്കിലും നോമ്പിന് നിയ്യത്ത് വിട്ടുപോയാൽ അതിനെ പരിഹരിക്കാൻ പറ്റുമെന്നേ പറയണുള്ളൂ. ഒരിക്കലും ഒരു മാസത്തേക്ക് ഒന്നിച്ച് നിയ്യത്ത് വെക്കാൻ പറ്റൂല. എല്ലാ ദിവസവും ഓരോ ദിവസവും നിയ്യത്ത് വെക്കണം. നാളത്തെ നോമ്പ് ഞാൻ നോൽക്കാൻ കരുതിയിട്ടുണ്ട്, നാളത്തെ നോമ്പ് നോൽക്കാൻ ഞാൻ കരുതി എന്നുള്ളത് ഓരോ ദിവസവും നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. ഇനി ഒന്നിച്ച് നിയ്യത്ത് ചെയ്താൽ അഥവാ വിട്ടുപോയ നിയ്യത്തിനെ പരിഹരിക്കാനേ അത് പറ്റുള്ളൂ. എല്ലാ നോമ്പിൻ്റെ നിയ്യത്തുമായിട്ട് അതിനൊരിക്കലും ആ നിയ്യത്ത് മതിയാകൂല എന്നാ. മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ വിഷയം ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഈ വിഷയം ഇങ്ങനെ അവതരിപ്പിച്ച് തരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാ ദിവസത്തേക്കും എന്നുള്ള നിലക്ക് ഒരൊറ്റ നിയ്യത്ത് പോരാ, എല്ലാ ദിവസവും നമ്മൾ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. അത് ഞാൻ നിയ്യത്ത് വെക്കേണ്ട രൂപവും പറഞ്ഞു. നിയ്യത്തിൻ്റെ ചുരുങ്ങിയ രൂപം എങ്ങനെ, ചുരുങ്ങിയ രൂപത്തിൽ നമ്മളെങ്ങനെ നിയ്യത്ത് വെക്കുക? ഇനിയിപ്പോൾ എല്ലാ നിലക്കും ഇതെല്ലാം കൂടി ചില ആളുകൾ വന്ന് ചോദിക്കലുണ്ട്, ഉസ്താദ് നിയ്യത്ത് എങ്ങനെ പൂർണ്ണമായിട്ടും വെക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും. അതിനായിട്ട് ഉസ്താദ് വെച്ചെന്നോട്ടെ എന്നുള്ള നിലക്ക് കാത്തി നിൽക്കുന്ന പല ആളുകളുണ്ട്. അള്ളാഹു സാധുക്കളാണ്, അള്ളാഹു അവർക്ക് ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അത് അറിയാത്തത് കൊണ്ടാണ്, എങ്ങനെയെങ്കിലും നിയ്യത്ത് വെച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി ഇരിക്കുന്ന ആളുകളാണ്. അള്ളാഹു അവർക്ക് നല്ല ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു ചുരുങ്ങിയ രൂപത്തിൽ ഇങ്ങനെ കരുതിയാൽ മതി. അഥവാ നവൈതു സൗമ റമദാൻ, റമദാനിൻ്റെ നോമ്പ് നോൽക്കാൻ ഞാൻ കരുതി, റമദാനിലെ നോമ്പ് നോൽക്കാൻ ഞാൻ കരുതി എന്ന്. നാളെ എന്നും പറയണമെന്നില്ല, ഫർള് എന്നും പറയണമെന്നില്ല. കാരണം എന്താ? റമദാനിലെ നോമ്പ് ഫർള, അതെല്ലാവർക്കും അറിയാം. റമദാനിലെ നോമ്പ് ഫർളാണ്. റമദാനിലെ നോമ്പ് നോൽക്കാൻ കരുതി അറിയുമ്പോൾ നാളെയിൽ പെട്ടില്ലേ? മനസ്സിലായില്ലേ? റമദാനിലെ നോമ്പ് നോൽക്കാൻ ഞാൻ കരുതി എന്ന് പറയുമ്പോൾ നാളെയും അതിൽ പെട്ടു. ഇനി റമദാനിലെ നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായി? റമദാനിലെ നോമ്പ് ഫർള എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ നവൈതു സൗമ റമദാൻ എന്ന് കരുതിയാൽ തന്നെ നിയ്യത്തിന്റെ കൂലി കിട്ടും. നിയ്യത്ത് നിർബന്ധമായ കാര്യം അത്രേ ഉള്ളൂ. റമദാനിലെ നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് നിയ്യത്ത് കരുതുക. ഇനി നാളത്തെ നിന്ന് കരുതിക്കോളി, അതൊക്കെ കൂടുതൽ കൂലിയുള്ള കാര്യമാണ്. ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് ഞാൻ ഈ പറഞ്ഞത്. നവൈതു സൗമ റമദാൻ, റമദാനിലെ നോമ്പ് നോൽക്കുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നോമ്പ് നോൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിയ്യത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നിയ്യത്തിലുള്ള കാര്യം. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നോമ്പ് മുറിയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ
അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക, എങ്കിൽ മാത്രമാണ് നമ്മുടെ നോമ്പ് പൂർത്തിയാകുള്ളൂ. ഒന്നാമതായി സംയോഗം ചെയ്യുക എന്നുള്ളതാണ്. ആരും അതിന് പോകാറൊന്നുമില്ല, എന്നിരുന്നാലും പറയണല്ലോ. നോമ്പ് മുറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംയോഗം ചെയ്യുക എന്നുള്ളത്. നോമ്പ് മുറിയുന്ന കാര്യമാണെന്ന് ഒരാൾ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അവൻ്റെ നോമ്പ് മുറിയും. ഇനി ഒരാൾക്ക് അറിയില്ല, ഭാര്യയുമായി സല്ലപിച്ചാൽ നോമ്പ് മുറിയൂല എന്നുള്ള ചിന്താഗതിയാണ്. നോമ്പ് മുറിയോ മുറിയൂല എന്നൊന്നും ഒരാൾക്ക് അറിയില്ല. വല്ല നാട്ടുംപുറത്തോ അല്ലെങ്കിൽ വല്ല മലഞ്ചെരുവിലോ യാതൊരു നിലക്കും ഇതിനെ പറ്റിയുള്ള യാതൊരു വിവരമില്ലാത്ത മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഓൻ്റെ നോമ്പ് മുറിയില്ല. കാരണം ഇത് അറിയാത്ത മനുഷ്യന്മാരില്ല. സംയോഗം കൊണ്ട് നോമ്പ് മുറിയുമെന്നൊരാൾക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അവൻ്റെ നോമ്പ് ബാത്തിലാണ്. മാത്രവുമല്ല, ബാത്തില് എന്ന് മാത്രമല്ല, അത് വല്ലാത്ത ദോഷമാണ്. കഫാറത്ത് നിർബന്ധമാണ്. കഫാറത്ത് ചില്ലറ കാര്യമൊന്നുമല്ല, ഇഷ്ടം പോലെ പറയുന്നുണ്ട്, ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ ഈ പുതുമ നോമ്പ് പലപ്പോഴും ഞാനിപ്പോ എങ്ങനെ ഇപ്പൊ പറയും, നോമ്പിന്റെ തൊട്ട് മുന്നുള്ള നിക്കാഹുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഒരു പുതുമയിലുള്ള സമയങ്ങളാണ്. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നിക്കാഹ് എടുത്താൽ മതി. നോമ്പിന്റെ തൊട്ട് മുന്നുള്ള സമയങ്ങളുണ്ടല്ലോ, അതിപ്പോൾ പലപ്പോഴും തെറ്റിലേക്ക് പോകാൻ സാധ്യതകളുണ്ട്. അങ്ങനെ പറഞ്ഞത് തൊട്ട് മുമ്പുള്ള നിക്കാഹുകളും കാര്യങ്ങളൊക്കെ, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരിക്കലും നമ്മളെ മക്കളാണ്, മക്കൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അറിവൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പറയാം, ഇതിനെപ്പറ്റി ചിലപ്പോൾ ഓൽക്ക് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിക്കോളും. ഇതിൻ്റെ കഫാറത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളെ മക്കൾക്ക് ബോധ്യമൊന്നും ഉണ്ടാകില്ല. കഫാറത്ത് കൊടുക്കൽ നിർബന്ധമാണ്. കഫാറത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അടിമയെ മോചിപ്പിക്കാനാ പറഞ്ഞേ. ഇന്നിവിടെ അടിമ സംവിധാനം ഉള്ളത്. ഒരു അടിമയെ മോചിപ്പിക്കണം. അടിമ സംവിധാനം നമ്മൾ തപ്പിത്തെരഞ്ഞ് നടന്നാൽ പോലും നമ്മുടെ നാട്ടിൻപുറത്ത് എവിടെയും കാണാൻ സാധ്യമല്ല. ഒരു അടിമയെ മോചിപ്പിക്കലാണ്. സംയോഗം കൊണ്ട് ഒരാളുടെ നോമ്പ് പാസാതായി പോയാൽ അവൻ ചെയ്യേണ്ടത് ഒരു അടിമയെ മോചിപ്പിക്കണം എന്നാ. അതിന് സാധ്യമല്ലെങ്കിൽ 60 ദിവസം നോമ്പ് നോൽക്കണം. ഒരു ദിവസം നോമ്പ് പിടിച്ചിക്കാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് പോയി കാട്ടിക്കൂട്ടിയത്. പിന്നെ 60 വയസ്സോനോട് നോമ്പ് നിൽക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? 60 ദിവസം ഒരു അടിമയെ മോചിപ്പിക്കുക. അതിന് സാധ്യമല്ലാതെ വന്നാൽ 60 ദിവസത്തെ നോമ്പ് നോൽക്കുക. ഒരടിമയെ മോചിപ്പിക്കാൻ സാധ്യമല്ലാതെ വന്നാൽ 60 ദിവസം തുടരെ നോമ്പ് നോൽക്കണം. തുടരെ നോൽക്കണം. ഒരു ദിവസം വിട്ടുപോയാൽ പിന്നെയും തലക്കം തുടങ്ങണം. 60 ദിവസം തുടർച്ചയായി നോമ്പ് നോൽക്കുക. പിന്നെ അതിനും സാധ്യമല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. അതിപ്പോൾ ഇന്നിപ്പോൾ സാമ്പത്തിക ചുറ്റുപാടുള്ള പല ആളുകൾക്കും സാധ്യമായ കാര്യമെന്ന് തോന്നുന്നുണ്ട്. 60 മിസ്കീന്മാർ. പക്ഷേ മിസ്കീന്മാരെ കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. 59 മിസ്കീനെ നമ്മൾ കിട്ടി. 60ാമത്തവൻ പണക്കാരനാണെങ്കിൽ നമ്മളെ കഫാറത്തൊരിക്കലും വിടൂല. 60 മിസ്കീനെ തന്നെ കണ്ടെത്തി കൊടുക്കണം. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇന്ന് മിസ്കീന്മാരെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, അതിൻ്റെ കഫാറത്ത് അതാണ്. ഇനി കഫാറത്ത് ഒരു ഭാര്യ മുന്നിട്ട് കൊണ്ടാണ് ഒരു സംയോഗത്തിന് പുറപ്പെടുന്നതെങ്കിലോ, ഭാര്യ മുന്നിട്ട് കൊണ്ടാകട്ടെ, ഭാര്യ കാരണമാണ് സംയോഗം നടക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവ് കാരണമാണ് സംയോഗം നടക്കുന്നതെങ്കിൽ ആര് മുന്നിട്ടിറങ്ങിയാലും ഈ ഉത്തരവാദിത്വം ഭർത്താവിനുള്ളതാ. ആര് ചെയ്താലും ഈ ഉത്തരവാദിത്വം ഇത് പറയണം എന്നുള്ള നിലക്ക് പറയാൻ കേട്ടോ. ഇത് മനസ്സിലാക്കണ്ടേ? ഇത് ആര് പിന്നെ നിങ്ങൾക്ക് ആര് പറഞ്ഞു തരാളെ? നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള നിലക്കാണ് ഞാനിത് ഇത്രയും വിശദീകരിച്ച് പറയണത്. ഒരു സംയോഗത്തിലേക്ക് ഭാര്യ മുന്നിട്ടിറങ്ങട്ടെ, ഭർത്താവ് മുന്നിട്ടിറങ്ങട്ടെ, ആര് മുന്നിട്ടിറങ്ങിയാലും അതിൻ്റെ കഫാറത്ത് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അത് ഭർത്താവിൻ്റെ പേരിലാണുള്ളത്. അപ്പോൾ വലിയ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ രണ്ടാമത്തത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ അതിനൊക്കെ പ്രമോഷൻ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തത് എന്താ? മുഷ്ടി മൈഥുനം ചെയ്യാന്ന്, കൈ കൊണ്ട് സ്ഖലനം ഉണ്ടാക്കാന്ന്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാലഘട്ടമാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മളെ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾ. അല്ലാഹ്, ആരുടെയെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ മതി. അപ്പോൾ അത് വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്നാ പറയാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്ന് പറയും. അങ്ങനെ അതിന് മറുപടി കൊടുക്കുക. കൈ കൊണ്ടാരെങ്കിലും സ്ഖലനമുണ്ടാക്കിയാൽ, സ്വയം സ്ഖലനമുണ്ടാക്കിയാൽ അവൻ്റെ നോമ്പ് ബാത്തിലാകും, നോമ്പ് മുറിയുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് സ്വപ്നസ്ഖലനം കൊണ്ടുണ്ടാകൂല എന്ന്. സ്വന്തം കൈ കൊണ്ടാകട്ടെ അല്ലെങ്കിൽ ഭാര്യ ചെയ്യുന്നതാകട്ടെ, ഏത് രൂപത്തിലാകട്ടെ, സ്ഖലനം സംഭവിച്ചാൽ അവൻ്റെ നോമ്പ് ബാത്തിലാണ് എന്ന് നോമ്പ് ബാത്തിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന് സംയോഗം ചെയ്യുക, മറ്റൊന്ന് സ്വന്തം കൈ കൊണ്ട് സ്ഖലനം ഉണ്ടാക്കുക എന്നുള്ളത്. മൂന്നാമത്തത് എന്താ? ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്നുള്ളതാണ്.
മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കി ഛർദിക്കുക. ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഉണ്ടാക്കി ഛർദിക്കുക. അസുഖം മൂലം ഛർദിച്ചാൽ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ട് അല്ലെങ്കിൽ വലിയ ഓക്കാനം വന്ന് അസുഖം മൂലം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ഛർദിച്ചാൽ കുഴപ്പമില്ല. നമ്മൾ ഉണ്ടാക്കി ഛർദിക്കുന്ന പല ആളുകളുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കഫക്കെട്ടിൻ്റെ പേരിലോ എങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാകുമ്പോൾ ബ്രഷ് ചെയ്തുകൊണ്ട് പോലെ ഛർദിക്കുന്ന ആളുകളുണ്ട്. ബ്രഷ് ചെയ്തിട്ട് അങ്ങ് അണ്ണാക്കക്ക് വരെ നാക്ക് വടിച്ചിട്ട് ഓക്കാനിച്ച് ഛർദിക്കുന്ന പല ആളുകളുണ്ട്. അതൊരിക്കലും ചെയ്യരുത്, നോമ്പ് ബാത്തിലാകുന്ന കാര്യമാണ്. ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്കാനിക്കുന്ന വിധത്തിൽ ഛർദിക്കുന്ന വിധത്തിൽ ഒരിക്കലും ബ്രഷ് കയറ്റി പിടിച്ചുകൊണ്ടൊരിക്കലും നമ്മൾ ബ്രഷ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നോമ്പ് ബാത്തിലായി പോകും. പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഉള്ളിൽ നിന്നോ തലച്ചോറിന്നോ നമ്മൾ കഫം വലിച്ചെടുത്ത് തുപ്പുക. നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ വെയിറ്റ് പിടിച്ചിട്ടൊരു വലിക്കലുണ്ട്. ആ വലിച്ചെടുത്ത് തുപ്പുന്നതിന് കുഴപ്പമില്ല, അത് സ്വാഭാവികം, മനുഷ്യ പ്രകൃതാണത്. അത് വന്നുകൊണ്ടേയിരിക്കും. കഫക്കെട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനൊക്കെ എടുത്ത് ഇങ്ങനെ ഓതുമ്പോൾ അത് കൂടുതലേക്കാരം. ഖുർആൻ ഓതാൻ നിന്ന കഫക്കെട്ട് ഭയങ്കര നല്ലോണം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു മനുഷ്യ പ്രകൃതമായതുകൊണ്ട് തന്നെ അതിന് കുഴപ്പമില്ല എന്ന്. ഉണ്ടാക്കി ഛർദിക്കാൻ പാടില്ല എന്ന്. തൊണ്ടയുടെ ബാഹ്യ അതിർത്തിയിലുള്ള കഫം വിഴുങ്ങിയാലും നോമ്പ് മുറിയുന്ന കഫം നമുക്ക് അറിയാതൊന്ന് കുറച്ച് പുറത്തേക്ക് വന്നു. നമ്മുടെ വായിൻ്റെ പരിധി, നമ്മൾ വായ എന്ന് പറയുന്ന ഒരു പരിധി ഉണ്ടല്ലോ, ആ പരിധിയിലേക്ക് കഫം വന്നു. പിന്നെ അത് നമ്മൾ അങ്ങോട്ട് വിഴുങ്ങിയാൽ നമ്മുടെ നോമ്പ് ബാത്തിലാകും. അതുപോലെ തന്നെ പല്ലിൻ്റെ ഊരിൽ നിന്നുള്ള ചലങ്ങളോ ചോരകളോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വായിൻ്റെ അകത്തുണ്ടെങ്കിൽ അറിയാതെ അത് വിഴുങ്ങിപ്പോയാൽ നമ്മുടെ നോമ്പ് മുറി. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന് വായ തുറന്ന്, എപ്പോഴും രസകരമായിട്ട് പലപ്പോഴും പറയാറുള്ള പല ആൾക്കാരും പറയാറുള്ളതാ, ഒരാൾ വായ തുറന്നൊന്ന് ഉറങ്ങി ഒരു ഈച്ച കയറിപ്പോയി തന്നെ. ഒരാളൊന്ന് വായ തുറന്ന് ഉറങ്ങണ സമയത്ത് അറിയാതെ ഒരു ഈച്ച അവൻ്റെ തൊണ്ടൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ആ ഈച്ചനെടുത്ത് പുറത്ത് കിട്ടാലും നോമ്പ് മുറിയുന്ന. ഏയ്, എൻ്റെ ഗൗരവം നോക്കി. ആ ഈച്ച ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് ഉള്ളിലേക്ക് പോയ ഒരു ഈച്ചനെ നമ്മളെടുത്ത് പുറത്തേക്ക് ഇട്ടാലും നോമ്പ് മുറിയുന്ന. വലിയ ഗൗരവമുള്ള കാര്യമാണ് ഇതൊക്കെ. എന്നാലും അറിഞ്ഞുകൊണ്ട് വീങ്ങിയാലോ, അറിഞ്ഞുകൊണ്ട് വീങ്ങിയാലോ അപ്പോഴും പ്രയാസമാണ്. ഈച്ച ഉള്ളിലേക്ക് പോണേതായാലും നമ്മൾ തൊള്ളാട്ടി കൊടുക്കൊന്നുമില്ലല്ലോ. ഈച്ച ചിലപ്പോൾ പോയത് അറിയാതേക്കാരോ, പോയത് ചിലപ്പം അറിയാതെ ഇരിക്കും. നമ്മൾ ഉള്ളിൽ നിന്ന് അതിങ്ങോട്ട് എടുത്താൽ ഛർദിക്കുന്നതിന് തുല്യാണ് എന്നാ. പ്രയാസം ഉണ്ടെങ്കിൽ പോലും അത് എടുത്തൊഴിവാക്കിയാൽ പിന്നീട് ഒരു ദിവസം നോമ്പ് നോറ്റ് വിട്ടണം എന്നാണ് ഫിഖഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുക. അതെടുത്തൊഴിവാക്കിയിട്ട് നോമ്പുകാരനെ പോലെ അന്ന് നിന്നിട്ട് പിറ്റേത്തെ ഒരു ദിവസം നോമ്പ് നോറ്റ് വീട്ടാനാണ് പറയുന്നത്. അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പലപ്പോഴും പല ആളുകൾക്കും പല സംശയങ്ങളും എപ്പോഴും വന്ന് പല ആൾക്കാരും ചോദിക്കാറുള്ള സംശയങ്ങളാണെന്ന്. തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ തടിയുള്ള വല്ലതും അകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും എല്ലാവർക്കും സംശയം. എത്ര വയൽ കേട്ടാലും ആ ഒരു സംശയം ചോദിച്ചെല്ലാവരും വരാറുണ്ട്. തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ തടിയുള്ള വല്ലതും അകത്തേക്ക് പ്രവേശിക്കുക. തടിയുള്ളത് എന്ന് പറയുമ്പോൾ തടിയില്ലാത്തതിന് കുഴപ്പമില്ല എന്നാ. തടിയുള്ള സാധനം ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ തടിയില്ലാത്തത് കുഴപ്പമില്ല എന്ന്. അപ്പൊ പുകക്ക് തടിയില്ലേ? പുകക്ക് തടി ഉണ്ടോ? സിഗരറ്റ് വലിക്കണതിന് കുഴപ്പമുണ്ടോ? നോമ്പ് പറ്റാണ്ട് എന്താണ് നിങ്ങൾ നോമ്പ് നോറ്റ് സിഗരറ്റ് വലിക്കാൻ പറ്റുമോ? ആ പുക തടിയുണ്ടേ. പുക തടിയുള്ള സാധനമാണ്. പുകൻ്റെ രൂപം നമ്മൾ കാണില്ലേ? ഒന്ന് സിഗരറ്റ് വലിച്ചൊരു വഫിടുമ്പോൾ കാണില്ല, അങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ വരുന്നത്. അത് തടിയാണ്. ആ തടി ഉള്ളിലേക്ക് പോയാൽ നോമ്പ് ബാത്തിലാകും. തടിയില്ലാത്തത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ നാവിൻ്റെ പുറത്തൊക്കെ വെച്ച് നമ്മളെ സ്ത്രീകൾ പല ആളുകളും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എത്ര ഉണ്ടാക്കിയാലും നോമ്പ് കാലത്ത് ഉണ്ടാക്കുകയാണെന്നുള്ള ബോധമൊന്നും ചിലപ്പോൾ ചില ആണുങ്ങൾക്ക് ഉണ്ടാവില്ല. കുറ്റം പറഞ്ഞുകൊണ്ടേ നിൽക്കും. എന്താണെനിക്ക് ഇതിൽ ഉപ്പും മുളകുണ്ടോ എന്ന് നോക്കിക്കൂടെ, അതാണ് ഇതാണ് പറഞ്ഞിട്ട് വെറുതെ ആവശ്യമില്ലാതെ ഒന്ന് രണ്ടും പറയുമ്പോൾ നമ്മൾ കത്തിരിക്കുന്ന സ്വഭാവക്കാരുണ്ട് വീടുകളിൽ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മളെ സ്ത്രീകൾ എന്നിട്ട് അത് പേടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? പല ആളുകളും നാവുമ്മലൊക്കെ വെച്ച് നോക്കാറുണ്ട്, ഉപ്പൊക്കെ വെച്ച് നോക്കും, ഉപ്പുണ്ടോ, കറിയൊക്കെ ഒന്ന് പതുക്കെ തൊട്ട് നാമിച്ച് നോക്കാറുണ്ട്. ജ്യൂസ് അടിച്ചിട്ട് അതിൽ മധുരം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ ഉസ്താദ്മാർക്ക് പള്ളിക്ക് കൊടുത്തേക്കാരോ അത് മോശമല്ല, ഇതിൽ ഉപ്പും മുളകൊന്നും ഇല്ല ഞാന്നൊക്കെ വിചാരിച്ച് ആ സാധുക്കൾ അതൊക്കെ ചെയ്യാറുണ്ട്. അതിന് കുഴപ്പമില്ല, അത് തുപ്പിക്കളഞ്ഞാൽ മതി. അത് ഉള്ളിലേക്ക് പോകാത്തത് കൊണ്ട് അത് കുഴപ്പമില്ല, അത് തുപ്പിക്കളഞ്ഞാൽ മതി. ഉപ്പ് രുചി അതുപോലെ തന്നെ മധുരം ഉണ്ടോ എന്നൊക്കെ നാവിൻ്റെ തുമ്പത്ത് പതുക്കെ വെച്ച് നോക്കിയിട്ട് അത് തുപ്പിക്കളഞ്ഞാൽ മതി.
ചില ആളുകൾ അതും ചെയ്യാറില്ല, സൂക്ഷ്മത കൊണ്ടാണ്. അഥവാ അറിയാതെ ഉള്ളിലേക്ക് പോയാലോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ വായ കഴുകി കളയണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ തടി ഉള്ളിലേക്ക് പോയാൽ നമ്മുടെ നോമ്പ് ബാത്തിലാകും. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സഹോദരിമാർ ഇത് വീഡിയോ കേൾക്കുന്നുണ്ടാകും, അവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തുറക്കപ്പെട്ട ദ്വാരം എന്നാണ് പറഞ്ഞത്. തുറക്കപ്പെട്ട ദ്വാരം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മുൻദ്വാരം, പിൻദ്വാരം, ചെവി, മൂക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തുറക്കപ്പെട്ട ദ്വാരം എന്ന് പറയുന്നത്. തുറക്കപ്പെട്ട ദ്വാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ദ്വാരങ്ങളാണ്. ഈ ദ്വാരങ്ങളിലൂടെ വല്ലതും അകത്തേക്ക് പ്രവേശിച്ചാലാണ് നോമ്പ് മുറിയാം. അഥവാ നമ്മൾ നോമ്പ് നോറ്റാൽ പ്രത്യേക ചവിട്ടുകടിയാണ്, അല്ല ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഉണ്ടാകൂല. ഒരു പ്രത്യേക ചവിട്ടുകടിയാണ്. ബഡ്സ് കാണുമ്പോൾ ഒന്ന് അറിയാതെ എടുത്ത് തിരുമ്മി നോക്കരുത്, കാരണം നോമ്പ് മാറ്റിയായി പോകുന്ന കാര്യമാണ്. ഉള്ളിൽ അത് തുറക്കപ്പെട്ട ദ്വാരമാണ്. മൂക്കിൻ്റെ തുറക്കപ്പെട്ട ദ്വാരം ഇതുവരെ നമ്മുടെ പരിധിയാണ്. മൂക്കിലെപ്പോഴും തോണ്ടുന്ന ആളുകൾക്ക് അത് പിടിച്ചെക്കാൻ കഴിയില്ല. എപ്പോഴും നിരന്തരം മൂക്ക് തോണ്ടുന്ന ആൾക്കാരുണ്ടാവും, അവർക്കത് പിടിച്ചു നിൽക്കാൻ ഒരിക്കലും സാധ്യമല്ല. പക്ഷേ നമ്മുടെ അതിർത്തി വിട്ടുകൊണ്ടുണ്ടല്ലോ, മൂക്കിലേക്ക് മരുന്നുറ്റിച്ചാലൊക്കെ അത് അതിർത്തി വിട്ടു പോകും. അപ്പോൾ ഒരിക്കലും മൂക്കിൽ മരുന്നുറ്റിക്കാനോ ഇതൊന്നും ചെയ്യാൻ പാടില്ല. കണ്ണിൽ മരുന്നുറ്റിക്കുന്നതിൽ കുഴപ്പമില്ല, കാരണം അത് തുറക്കപ്പെട്ട ദ്വാരമല്ല. മനസ്സിലാകുന്നുണ്ടോ? മൂക്കിലാണെങ്കിലും കുഴപ്പമില്ല, മൂക്കിലും പാടില്ല, ചെവിയിലും പാടില്ല. കണ്ണിൽ മരുന്നുറ്റിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി ചില ആളുകൾക്ക് ഓരോ ആഴ്ച കൂടുമ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ അടിച്ചു കയറുന്ന ആൾക്കാരുണ്ടാവും. ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രക്തം എടുക്കുക, കുഴപ്പമില്ല. അത് കുത്തിയെടുക്കല്ലേ, അതിന് കുഴപ്പമില്ല. ഇനി അതല്ല, വളരെ അത്യാവശ്യമായി ഒരാൾ നോമ്പ് നോറ്റ സന്ദർഭത്തിലാണ് ഒരാൾക്ക് പെട്ടെന്നൊരു അസുഖം വന്നത്, വലിയ പ്രയാസത്തിലാണ്, നോമ്പ് മുറിക്കാനൊന്നും അവന് വയ്യ, ഓന് ഗ്ലൂക്കോസ് കയറ്റാണെങ്കിൽ കയറ്റാം, ഓന് നോമ്പ് മുറിയില്ല. അത് തുറക്കപ്പെട്ടതാരല്ല. ഇനി രക്തം കൊടുക്കണമെങ്കിൽ കൊടുക്കുക, രക്തം സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, ഇതൊക്കെ ചെയ്യാം. ഇതൊന്നും തുറക്കപ്പെട്ട ദ്വാരം എന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ ഒഴിവായിട്ടുണ്ട്. പല ആളുകളും വന്ന് ചോദിക്കാറുണ്ട്, നോമ്പിന് രക്തം കൊടുക്കാൻ പറ്റുമോ എന്ന്. നോമ്പിനൊക്കെ അതിന് നിൽക്കാതൊക്കെ ഒരു വിധത്തിൽ നല്ല, കാരണം നമ്മൾ ശാരീരികമായി ക്ഷീണിക്കും. കഴിയുന്നവർ ചെയ്തോട്ടോ. പുലച്ചൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, രാത്രി ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മളിപ്പോൾ എൻ്റെ ഭാര്യൻ്റെ പ്രസവത്തിനും വേണ്ടി കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുന്നത്തെ വർഷം ഒരു നോമ്പ് പറ്റൊരു ചെറുപ്പക്കാരൻ രാത്രി വന്നിട്ട് രക്തം തന്നത്. കൊടുക്കണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരിക്കലും പറയില്ല. കാരണം രാത്രി അത്താഴത്തിൻ്റെ സമയത്ത്, അതുപോലെ തന്നെ പകൽ സമയത്തൊക്കെ നമ്മൾ ക്ഷീണിച്ചവനായിരിക്കും. ചിലപ്പോൾ രക്തം കൊടുത്താൽ നമ്മൾ ശാരീരികമായി ടയേർഡാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ പൊലച്ച സമയത്ത് നോമ്പ് തുറന്നതിൻ്റെ ശേഷമൊക്കെ രക്തം കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം, സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, ഇതൊന്നും കുഴപ്പമില്ല. ഇതുകൊണ്ടൊന്നും നോമ്പ് ബാത്തിലാകൂല എന്നാണ്. ഇനി ഒരാൾ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുക. ഒരാൾ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചു. പല വീടുകളിലും കുളങ്ങളുള്ള വീടുകളുണ്ടാകും, പഴയ വീടുകളൊക്കെ. ഇപ്പൊന്നും അതൊന്നുമില്ല. വെള്ളത്തിൽ മുങ്ങി കുളിക്കാൻ സജ്ജീകരണങ്ങളുള്ള ആളുകളുണ്ടായേക്കാം. വെള്ളത്തിൽ മുങ്ങി കുളിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക്, ചെവിട്ടിലൂടെ, മൂക്കിലൂടെ എങ്ങനെയെങ്കിലും വെള്ളം നമ്മുടെ ഉള്ളിലേക്ക് എത്തിയാൽ നമ്മുടെ നോമ്പ് ബാത്തിലായി പോകും. അത് വെള്ളത്തിൽ മുങ്ങി കുളിക്കണമെന്നൊന്നുമില്ല. സാധാ കുളിക്കുമ്പോൾ, സുന്നത്തായ കുളിക്കണ സന്ദർഭത്തിലാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലേക്ക് വെള്ളമാകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആയാൽ നമ്മുടെ നോമ്പ് ബാത്തിലായി പോകും. സുന്നത്തായ കുളിക്കാകട്ടെ, ആ സമയത്തും നമ്മുടെ ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ നമ്മുടെ നോമ്പ് ബാത്തിലായി പോകും. ഇനി ജനാപത്തുകാരി, അല്ലെങ്കിൽ വലിയ ജനാപത്തുകാരൻ, അല്ലെങ്കിൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകേണ്ട ഒരാളൊക്കെ ആണെങ്കിൽ അവർ, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുള്ള ആളുകൾക്ക് ഏതായാലും പകലിൽ ഏതായാലും കുളിക്കേണ്ടി വരുമല്ലോ. രാത്രി കുളിച്ചിട്ടാണല്ലോ നോമ്പ് നോൽക്കുക. മനസ്സിലായില്ല? സ്ത്രീകളുടെ ശുദ്ധിയുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ജനാപത്തുകാരത് പറഞ്ഞു. ജനാപത്തുകാരന് നോമ്പ് നോൽക്കുക, കുഴപ്പമില്ല. സുബൈൻ്റെ സമയത്ത് അവൻ ജനാപത്തുകാരനാണ്, അവന് നോമ്പ് നോൽക്കുക, കുഴപ്പമില്ല. പകല് എന്തേതാ മതി. സുബൈ ബാങ്ക് കൊടുക്കണതിൻ്റെ മുന്നേ തന്നെ കുളിക്കണം എന്നൊന്നുമില്ല. സുബൈ ബാങ്ക് കൊടുക്കണതിൻ്റെ മുന്നേ തന്നെ കുളിക്കണം എന്നൊന്നുമില്ല. അവന് നോമ്പ് നോൽക്കാം. സുബൈ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം കുളിച്ചാലും മതി. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ പല ആളുകൾക്കും അറിയാത്ത, പലരും പല തെറ്റിദ്ധാരണയുമായി നടക്കുന്ന ആളുകളാണ്. ദീൻ ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം ഒരാളെയും പ്രയാസപ്പെടുത്തുന്നില്ല. അത്രയും എളുപ്പമാണ് പരിശുദ്ധ ദീൻ. ആർക്കും ഒരു പ്രയാസം, നിങ്ങൾ അങ്ങനെ ചെയ്യാവൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാവൂ പറഞ്ഞ് പ്രയാസപ്പെടുത്തണമെന്നില്ല. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാത്തിനും ഓരോ മാർഗങ്ങളുണ്ട്.
അപ്പം അതുകൊണ്ട് ശരീരം തണുപ്പിക്കാനോ അല്ലെങ്കിൽ സുന്നത്തായ കുളിയൊക്കെ കുളിക്കുന്നതിന് അത് കാരണമായി നമ്മുടെ അകത്തേക്ക് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി, ഇപ്പോൾ പ്രത്യേകം ചൂടുള്ള സമയമാണ്, ശരീരം തണുപ്പിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ കുളിക്കണ സമയത്ത് അകത്തേക്ക് വെള്ളം കയറിപ്പോയാൽ നമ്മുടെ നോമ്പ് മുറിയും. എന്നാൽ ജനാപത്തുകാരായ ആളുകളാണെങ്കിൽ കുളിക്കുന്നതിൻ്റെ സമയത്ത് അകത്തേക്ക് അറിയാതെ വെള്ളം കയറിപ്പോയാൽ നോമ്പ് മുറിയില്ല എന്നാണ്. സുന്നത്തിന് നോമ്പ് മുറിയും, ഫർളിന് എന്ത് ചെയ്യില്ല, മുറിയില്ല. ഈ ഫർള് കുളിക്കണ ആള് ജനാപത്തുകാരോ അല്ലെങ്കിൽ ഈ അശുദ്ധിക്കാരോ ആരെങ്കിൽ മുങ്ങി കുളിച്ചാണ്ട് ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ അവരുടെ നോമ്പ് മുറിയും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലുമൊക്കെ അറിയാത്തുണ്ടെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ ചോദിക്കും ചെയ്യാട്ടോ, നമ്മൾ അങ്ങനെ എടുത്താൽ മതി. അപ്പൊ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ വല്ലതും അകത്തേക്ക് ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധ. ഒന്ന് സംയോഗം ചെയ്യുക എന്നുള്ളതാണ്, മറ്റൊന്ന് സ്വന്തം കൈ കൊണ്ട് സ്ഖലനമുണ്ടാക്കുക, മറ്റൊന്ന് ഉണ്ടാക്കി ഛർദ്ദിക്കുക, മറ്റൊന്ന് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ തടിയുള്ള വല്ലതും അകത്തേക്ക് പ്രവേശിക്കുക. ഇതാണ് നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നാൽ തന്നെ അവൻ്റെ നോമ്പ് വിജയിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നോമ്പിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കലോടുകൂടി തന്നെ ഏറ്റവും വലിയ ഘടകം എപ്പോഴും നമ്മൾ നോമ്പുകാരനാണ് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. എപ്പോഴും നമ്മൾ നോമ്പുകാരനാണെന്നുള്ള ബോധം വേണം. അതിനാദ്യമായി നമ്മുടെ നാവിനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. എപ്പോഴും നോമ്പ് നോറ്റോ, നോമ്പ് എന്നല്ല എല്ലാ സമയത്തും പാലിക്കേണ്ട കാര്യമാണ്. എങ്കിൽ പോലും നോമ്പുകാരനാണ് എന്നുള്ളൊരു ബോധം കൂടി ഇല്ലാതെ നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുക. പള്ളിയാണെന്നോ അല്ലെ പള്ളി പരിസരമാണോന്നോ ആ ഒരു ബോധം കൂടി ഇല്ലാത്ത കോലത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാം. ഒന്നുമില്ലെങ്കിൽ ഇത് മറ്റുള്ളവർ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള ബോധം കൂടി ഉണ്ടാവുമല്ലോ. നിസാര പ്രശ്നങ്ങളേക്കാൾ ഒന്നും ഉണ്ടാകൂല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട്. എന്നല്ലെങ്കിൽ ഇന്ന് ഇങ്ങോട്ട് പോയി ഇപ്പം നിസ്കാരം കഴിഞ്ഞ് പോയി അടുത്ത വക്തിനേക്ക് വരുമ്പോൾ സലാം പറഞ്ഞ് കൈ പിടിക്കേണ്ട ആൾക്കാരാണ്. നിസാര പ്രശ്നത്തിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആദ്യം നമ്മുടെ നാവിനെയാണ് സൂക്ഷിക്കേണ്ടത്. അസ്വിയാമു ജുന്നത്തുൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. നോമ്പ് തിന്മയിൽ നിന്നുള്ളൊരു പരിചയമാണ് എന്നാ. ആ പരിചയ തീർക്കേണ്ടത് ഒരിക്കലും നമ്മുടെ നോമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പരിചയാക്കാൻ വരുന്നല്ല. നമ്മൾ ശ്രദ്ധിക്കണം എന്നാ. നമ്മൾ നോമ്പ് നോറ്റുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നോമ്പ് നോറ്റ സന്ദർഭത്തിൽ ആരെങ്കിലും നിങ്ങളെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കിടാൻ വരികയോ ചെയ്താൽ എന്നീ സ്വായിമു, ഞാനൊരു നോമ്പുകാരനാണ്, ഇതൊന്ന് മാറി നിൽക്ക് ചങ്ങായി എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് പോയാൽ മതി. അതാണ് ഏറ്റവും നല്ലൊരു മനുഷ്യൻ്റെ ഉദാഹരണം. ഞാൻ നോമ്പ് വച്ചിട്ടുണ്ട്, ഇതൊന്ന് മാറിക്ക്, എന്നോട് സംസാരിക്കാൻ എനിക്ക് നേരില്ല, അല്ലെങ്കിൽ എന്നോടൊരു കലഹത്തിന് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിപ്പോവുക. ഇതാണ് ഒരു നോമ്പുകാരൻ ചെയ്യേണ്ടത്. നമ്മൾ എന്തെങ്കിലും നമ്മൾ കുറഞ്ഞു കൊടുക്കുന്ന സംവിധാനം നമ്മുടെ അടുത്തില്ലല്ലോ. ആരെന്ത് പറഞ്ഞാലും നമ്മൾ കുറഞ്ഞു കൊടുക്കൂല. ഒരു പടി മുന്നോട്ട് നിൽക്കണം എന്നുള്ള ചിന്താഗതി നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകാം. ആരെന്ത് നമ്മോട് പറഞ്ഞാലും ഓനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ 2 വാക്ക് അങ്ങോട്ട് പറയണം. ഒന്നും വേണ്ട, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്ന്. ഞങ്ങളൊക്കെ അവസ്ഥ അറിയിച്ചൊക്കെയാണ് നിങ്ങൾ 10-100 ആൾക്കാരില്ലേ, ഓരോരുത്തർ വന്ന് ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയും. ചിലപ്പോൾ നമുക്ക് പറ്റണേ കാരണം, ചിലപ്പോൾ പറ്റാത്തതേ കാരണം, എല്ലാം വന്ന് പറയും ചില ആൾക്കാർ. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ മതി. എന്തോരം റാഹത്തേക്കാരെ കേട്ട് പോണോന് അത് പറഞ്ഞാൽ മതി. അത് കേട്ട് പോണോന് എന്ത് റാഹത്തേക്കാരം. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ നമുക്ക് ശരിയാക്കട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇതാക്കാം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു റാഹത്തുണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആയിക്കോട്ടെ അത് സാരമില്ല എന്ന് പറഞ്ഞാണ്ട് വളരെ നിസാരമായ രീതിയിൽ അതിനെ പരിഹരിച്ച് വിടുക. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറയണത് എന്തെങ്കിലും ഏറിയുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണം കേട്ടോ. ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റാത്തുണ്ടെങ്കിലും അതുമാണല്ലോ നിങ്ങൾ ക്ഷമിക്കുക. ഒരിക്കൽ നോമ്പുകാരികളായ 2 സ്ത്രീകൾ വഴക്കിട്ടു. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ചരിത്രമാണ്. 2 സ്ത്രീകൾ വഴക്കിട്ടപ്പോൾ വഴക്ക് വല്ലാതെ മൂർച്ഛിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും മലപ്പൊളിച്ച തെറിയ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളാണ്. അയൽവക്കത്തപ്പോൾ സ്ത്രീകൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഉടക്കുണ്ടായാൽ അങ്ങനെയാണ്. എന്തൊക്കെയാണോ അവരുടെ അടുത്തുള്ളതൊക്കെ അവർ വിളിച്ചു പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഉടക്കായി. ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അരികിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 സ്ത്രീകളെയും വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 2 ആളും നോമ്പുകാരല്ലേ? അത് റസൂൽ ഞങ്ങൾ നോമ്പുകാരാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രം കൊടുത്തു എന്നാ, അതിലേക്ക് അങ്ങോട്ട് ഛർദ്ദിക്കാൻ പറഞ്ഞു അവരോട്. അവരതിലേക്ക് ഛർദ്ദിച്ചപ്പോൾ നിറച്ച് ചലവും
ചോരയും ഒക്കെപ്പാടെ കൂടിയിട്ട് അങ്ങോട്ട് ഛർദ്ദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഇതാണ് നിങ്ങളുടെ നോമ്പ്, ഇതാണ് നിങ്ങളുടെ നോമ്പ്. പടച്ച റബ്ബിൻ്റെ അടുത്ത് നിങ്ങളുടെ നോമ്പിൻ്റെ സ്ഥാനം ഇതേ ഉള്ളൂ എന്ന്. അത് ദുനിയാവിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കാട്ടിക്കൊടുത്തതാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ നോമ്പ് ഇതൊക്കെ മാറ്റി നിർത്തി ഈ നോമ്പ് മുറിയുന്ന കാര്യങ്ങളും നീയത്തൊക്കെ ശരിയാക്കി നീയത്തൊക്കെ 100 വെച്ചാലും വേണ്ടില്ല, ഇത് അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യമല്ല. അവൻ്റെ നാവിനെ അവനെ കൊണ്ട് സൂക്ഷിക്കാൻ സാധ്യമല്ലേ, അവൻ്റെ നോമ്പിന് പൂർണ്ണത ഉണ്ടാകൂല, അവൻ്റെ നോമ്പ് ഒരിക്കലും ശരിയാകൂല. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നോമ്പിൻ്റെ യാഥാർത്ഥ മാധുര്യം കൈവരിക്കാൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒന്ന്, അനാവശ്യങ്ങളിലേക്ക് നമ്മൾ നോക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എപ്പോഴും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമുമായി ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമിലും നല്ല കാര്യങ്ങളുണ്ട്, നല്ല റീൽസുകളൊക്കെ ഉണ്ടായേക്കാം. അതിലപ്പുറത്തേക്ക് ഒരുപാട് തിന്മകളാണ്. ഒരു നന്മ കാണുമ്പോൾ 2 തിന്മകളാണ് അതിലേക്കൂടെ കടന്നു വരുന്നത്. നമ്മൾ ഫോളോ ചെയ്യട്ടെ, ഫോളോ ചെയ്യാതിരിക്കട്ടെ, നമ്മളിങ്ങനെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ എല്ലാം ഒന്ന് നന്മ കാണുമ്പോൾ അതിലുപരി തിന്മകളാണ് നമുക്ക് കാണാൻ ഇടവരിക. അതുകൊണ്ട് റമദാനല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കുറഞ്ഞ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പകുതി സമയമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അത് നിർത്തിയേക്കുക. സാധാരണ ഒരു 10 മണിക്കൂർ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു 5 മണിക്കൂറാക്കി ചുരുക്കുക. ഒറ്റടിക്കത് മാറ്റണം എന്ന് പറഞ്ഞാൽ മറ്റേ സിഗരറ്റിനെക്കാട്ടും കള്ളിനെക്കാട്ടും വലിയ ലഹരിയാണ് മൊബൈൽ എന്ന് പറഞ്ഞാൽ. ഒറ്റടിക്കത് മാറ്റണം എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് സാധ്യമല്ല. 10 മണിക്കൂർ ഉപയോഗിക്കുന്ന ആൾ ഒരു 5 മണിക്കൂറാക്കി മാറ്റുക, 5 മണിക്കൂർ ഉപയോഗിക്കുന്നവർ 2.5 മണിക്കൂറാക്കി മാറ്റുക. ജീവിതത്തിൽ അതിനൊരു ചിട്ട വരുത്തുക. ഒരിക്കലും സിഗരറ്റ് വലിക്കുന്ന ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ കള്ളുടിക്കുന്ന ഒരു മനുഷ്യനോട് ഒറ്റ ഒരു സുപ്രഭാതത്തിൽ നാളെ അത് നിർത്താൻ പറഞ്ഞാൽ ഓൻ നിർത്തുന്നില്ല. ഓനിങ്ങനെ ഓരോ പെഗ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരില്ലാണ്ട് ഒറ്റടിക്ക് അവനെ കൊണ്ട് നിർത്താൻ സാധ്യമല്ല എന്നാണ്. അപ്പം അത് എന്ത് ചെയ്യുക, നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കേൾവി സൂക്ഷിക്കുക. നാവ് കൊണ്ട് പറയൽ അനുവദനീയമായ കാര്യം എന്തൊക്കെയുണ്ടോ പ്രത്യേകം ശ്രദ്ധിക്കണേ. നാവ് കൊണ്ട് പറയൽ അനുവദനീയമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മാത്രമേ കേൾക്കലും അനുവദനീയുള്ളൂ. നാവ് കൊണ്ട് പറയൽ അനുവദനീയമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മാത്രമേ കേൾക്കലും അനുവദനീയുള്ളൂ. അങ്ങനെ തന്നെയല്ലേ? നാവ് കൊണ്ട് പറയൽ അനുവദനീയമല്ലാത്ത ഒരു കാര്യവും കേൾക്കാനും പാടില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങളെ സൂക്ഷിക്കുക. നോമ്പ് തുറക്കുമ്പോൾ മിതമായ ഭക്ഷണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള. ഒരു നോമ്പിൻ്റെ പൂർണ്ണത ലഭിക്കണമെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ മിതമായ ഭക്ഷണം കഴിക്കുക എന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നുണ്ട്. കുലു വശ്റബു, നിങ്ങൾ തിന്നോളി കുടിച്ചോളി, വലാ തുസ്രിഫു, അതൊരു ഏർപ്പാടായി നിങ്ങൾ കൊണ്ടടക്കരുത്. അങ്ങനെ തന്നെ പറയണത്. അതിൽ ഇസ്രാഫ് കാണിക്കരുത്. അതൊരു തിന്നാനും കുടിക്കാനും മാത്രമായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിനെ നിങ്ങൾ മാറ്റി തീർക്കരുത്. 1, 2, 3 നേരം പട്ടിണി കിടക്കാൻ പറഞ്ഞ പടച്ച റബ്ബിനോട് ഖളാ വീട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നോമ്പ് ആകാൻ പാടില്ല. പടച്ച റബ്ബിനോട് നമ്മൾ എപ്പോഴും പക വീട്ടുന്നത് പോലെ പലപ്പോഴും നോമ്പ് തുറക്കാൻ എല്ലാം ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അതൊക്കെ വേണം. നോമ്പ് തുറക്കുമ്പോൾ എല്ലാ വിഭവങ്ങളും വേണം, വേണ്ട എന്നൊന്നുമില്ല. അതൊക്കെ മിതമായി കഴിക്കുക, നമുക്ക് ആവശ്യമായത് കഴിക്കുക. നിസ്കാരത്തിനൊക്കെ തറാവീക്കൊക്കെ വരുമ്പോൾ നോമ്പ് തുറന്നാണ്ട് ആ ഫ്രൂട്ട്സും ആ വെള്ളമൊക്കെ കുടിച്ചൊന്ന് വന്ന് നിങ്ങൾ തറാവി സ്കരിച്ച് നോക്കിയാണ് എന്ത് റാഹത്തുണ്ടാവും. ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞു പോയിട്ട് ഭക്ഷണം കഴിക്കാം. നല്ല റാഹത്തേക്കാരം, നല്ല റാഹത്തോടു കൂടിയുള്ള നിസ്കാരക്കാരം. അതിലൊരു ഭക്തി ഉണ്ടാകും, അതിലൊരു ഭയം ഉണ്ടാകും. മറ്റത് നമ്മുടെ ഒരു രസികം പറഞ്ഞതുപോലെ ആ ചിലപ്പം ഉറുമാവയത്തിൻ്റെ കുരു വരെ ചിലപ്പോൾ സുജൂദിലും ഇങ്ങോട്ട് പോരും. ആ കോലത്തിൽ അത്രയും നമ്മൾ വെട്ടി വീങ്ങിയിട്ടുണ്ടാവും. അതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നത് കുലു വശ്റബു വലാ തുസ്രിഫു എന്ന്. മഹാനായ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ വലിയ ഒരു ആരോഗ്യശാസ്ത്രമാണ് അത് പറയുന്നത്. ആരോഗ്യത്തെക്കുറിച്ച് ഇത്ര സംരക്ഷിക്കുന്ന ഒരു മതമില്ല എന്നാ. ആഹാരത്തിൽ മിതത്വം പാലിച്ചോ അവൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കും. ഏത് ഡോക്ടർമാരെ സമീപിച്ചോളി, ഡയറ്റിംഗ് അല്ലേ പറയണേ. എവിടെ ചെന്നാലും എന്തൊക്കെ ചെയ്യണം, അവൻ്റെ ആഹാരത്തിൽ എന്തെല്ലാം ക്രമീകരണങ്ങൾ നടത്തണം എന്നുള്ളതാണ് ഏത് ഡോക്ടറെ അടുത്തേക്ക് ചെന്നാലും പറയാം. എന്ത് അസുഖമാകട്ടെ, ഷുഗർ ആകട്ടെ, പ്രഷർ ആകട്ടെ, കൊളസ്ട്രോൾ ആകട്ടെ, എന്ത് അസുഖത്തിന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ അവൻ്റെ ഭക്ഷണത്തിലെ ക്രമീകരണം വരുത്താനാണ് ഏത് ഡോക്ടർമാരും നമ്മോട് നിർദ്ദേശിക്കുക. ഭക്ഷണം കുറക്കണം കേട്ടോ. ആരോഗ്യം നിലനിർത്താൻ നമ്മുടെ വ്യായാമം ചെയ്യുക, ഭക്ഷണം ക്രമീകരിക്കുക. ഇതാണ് എല്ലാ ഡോക്ടർമാരും നമ്മോട് പറയാറുള്ളത്. ആദ്യമായി നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മൾ കുറേ വ്യായാമം ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഭക്ഷണത്തിന് നിയന്ത്രണം വേണമെന്നാണ്. ജിമ്മിന് പോകുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചണോ? ജിമ്മിന് പോകുന്ന ആളുകൾ
അവർക്ക് ഭക്ഷണത്തിനൊരു ഷെഡ്യൂളുണ്ട്, അതിനപ്പുറത്തേക്ക് അവർ ഭക്ഷണം കഴിക്കൂല. അവർ ദിവസം വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് രാത്രി ഇന്നതേ കഴിക്കാൻ പാടുള്ളൂ, രാവിലെ ഇന്നതേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിബന്ധന അവർക്കുണ്ട്. അതേ അവർ ചെയ്യുള്ളൂ. അത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ നിയന്ത്രണം വേണം. ഹാറൂൺ റഷീദ് ചക്രവർത്തിയുടെ കൊട്ടാര സദസ്സിൽ ഒരു ക്രിസ്ത്യാനിയായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനിയായ ഡോക്ടർ ഹാറൂൺ റഷീദ് ചക്രവർത്തിയോട് ചോദിച്ചു, രാജസദസ്സിൽ വെച്ച് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഖുർആൻ എല്ലാത്തിനെയും കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്, എല്ലാ മണ്ഡലങ്ങളെക്കുറിച്ചും ഖുർആൻ ചർച്ച ചെയ്തിട്ടുണ്ട്, പക്ഷേ മനുഷ്യന്റെ ആരോഗ്യം എന്ന് വെച്ചാൽ അതൊരു വലിയ ഘടകമാണ്. ആ മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഖുർആനിൽ എന്താണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു സദസ്സിൽ നിന്ന് മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നോളി കുടിച്ചോളി, അതിൽ ഒരു ഏർപ്പാടാക്കി നടക്കരുത്, അതിൽ നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്. ഇത് തന്നെയാണ് ആരോഗ്യത്തെക്കുറിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ദീന് പറഞ്ഞ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ ആരോഗ്യശാസ്ത്രം ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് മഹാനവറുകൾ ഓതിക്കേൾപ്പിച്ചു. അപ്പോൾ എപ്പോഴും ഭക്ഷണത്തിൽ നമ്മൾ നോമ്പ് നോറ്റിട്ടുണ്ട് എന്നുള്ള നിലക്ക് അമിതമാക്കരുത്, നമ്മളത് നിയന്ത്രിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് സമയം നീണ്ടിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹു നമ്മുടെ ഓരോ നിമിഷവും നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയൊരു മുതൽക്കൂട്ടാക്കി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. നമ്മുടെ പരിപാടിയുടെ തുടക്കമാണ്. നാളെ ഇൻഷാ അല്ലാഹ് അബ്ദുറഹ്മാൻ റഹീമി ആയിരിക്കും. മതനിരാസവും ലിബറലിസവും എന്ന വിഷയത്തെക്കുറിച്ചാണ് മൂപ്പര് സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ യുവാക്കളൊക്കെ ആ ഒരു ട്രെൻഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ യുവാക്കളൊക്കെ പ്രത്യേകം അതിൽ സംഗമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേട്ടതൊക്കെ ഒരു സ്വാലിഹായ സൽക്രമമായി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ദീന് പറയാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ച ഓരോ നിമിഷവും ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട റമളാനും പരിശുദ്ധമാക്കപ്പെട്ട നോമ്പും അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ് പൂർണ്ണമാകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പടച്ച റബ്ബേ. അതൊക്കെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ആരുടെ മണ്ണിൻ്റെ താഴെ കിടക്കുന്നുണ്ട് പടച്ചോനെ. അവരുടെയൊക്കെ ഖബർ ജീവിതം നീ റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കണ്ണെത്താ ദൂരത്തേക്ക് അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരും ഞങ്ങളും ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ ദോഷങ്ങളും ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൻ്റെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ക്ലാസിൻ്റെയൊക്കെ ഹക്ക് ജാ ബറക്കത്ത് കൊണ്ട് നീ വിട്ടുപുറത്തും മാഫാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ കാരണമായ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി തരണേ അല്ലാഹ്. പലതും ദുന്യവിയാണ്, പലതും ഉഖ്റവിയാണ്. എല്ലാം നിനക്കറിയാം റബ്ബേ. നീ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിൽ വല്ല മാറാവ്യാധി അസുഖങ്ങളുടെ അംശങ്ങളുണ്ടെങ്കിൽ ഈ നിമിഷം അതിനൊക്കെ നീ കരിച്ചു കളയണേ അല്ലാഹ്. മാറാവ്യാധി അസുഖങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് അല്ലാഹ്. അല്ലാഹുവേ, അതൊന്നും സഹിക്കാനുള്ള ഈമാനൊന്നും ഞങ്ങൾക്കില്ല പടച്ചോനെ. ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അസുഖമായി നിൽക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.